സ്പാനിഷ് പെറുവിയൻ എഴുത്തുകാരൻ മരിയോ വർഗാസ് യോസ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. പെറു തലസ്ഥാനമായ ലിമയിലെ വസതിയിലായിരുന്നു അന്ത്യം. മകൻ അൽവാരോ ആണ് എക്സിലൂടെ മരണവാർത്ത അറിയിച്ചു. 2010 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയിരുന്നു. കെ മധു വിവരങ്ങൾ നൽകും. മധു, ഏറെക്കാലമായി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മരണം എപ്പോൾ സംബന്ധിച്ചു? അത് സാഹിത്യ ലോകത്തിനുണ്ടാക്കുന്ന നഷ്ടം. തീർച്ചയായും ഇന്നലെയാണ് മരണം ഔദ്യോഗികമായി അറിയിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് പറഞ്ഞത്. അൽവാരസ് യോസയാണ് ഇക്കാര്യം ഇന്നലെ ട്വീറ്റ് ചെയ്തത്. സമാധാനത്തോടെ ശാന്തിയോടെ അച്ഛൻ മരിച്ചുവെന്ന് അറിയിച്ചത്. ഏതായാലും ലാറ്റിൻ അമേരിക്കൻ ബൂം അവസാനിക്കുന്നു, അതിലെ അവസാനത്തെ കണ്ണിയും നഷ്ടമാവുന്നു എന്നാണ് ഇപ്പോൾ ആദ്യം പറയാനുള്ളത്. കാരണം കാർലോസ് ഫിയൻഡസും ജൂലിയോ കോസാറും മാർക്കസും ഒക്കെ അടങ്ങുന്ന ആ വലിയ നിരയിലെ അതേ തലപ്പൊക്കമുള്ള എഴുത്തുകാരനാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. ഒരുപാട് ക്ലാസിക്കുകൾ, മോഡേൺ ക്ലാസിക് എന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കാവുന്ന ഫീസ്റ്റ് ഓഫ് ദ ഗോട്ട് പോലെയുള്ള പുസ്തകം, വാർ ഓഫ് ദ എൻഡ് ഓഫ് ദ വേൾഡ് പോലെയുള്ള പുസ്തകം, അതൊക്കെ തന്ന ഡെത്ത് ആൻഡ് ആൻഡീസ് പോലെയുള്ള പുസ്തകം, അത്തരം കൃതികളൊക്കെ നൽകിയ ഒരു എഴുത്തുകാരനാണ്. ബാഡ് ഗേൾ പോലുള്ള പുസ്തകങ്ങളൊക്കെ തന്ന എഴുത്തുകാരനാണ് നഷ്ടമാവുന്നത്. ദിവിഷ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ടൈം ഓഫ് ദ ഹീറോയിലൂടെ 60കളിലാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ അതിനുശേഷം വന്ന ഗ്രീൻ ഹൗസ് ആണ് ശ്രദ്ധേയമായത്. പക്ഷേ ഓൺ ജൂലിയ ആൻഡ് ഹെർ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ലോക ശ്രദ്ധ ആകർഷിച്ചത്. ആ കൃതിയെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ജൂലിയ ആർക്കേഡിയുമായുള്ള ബന്ധമൊക്കെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമായിരുന്നു ഓൺ ജൂലിയ ആൻഡ് ഹെർ സ്ക്രിപ്റ്റ് റൈറ്റർ. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് വാട്ട് ലിറ്റിൽ വർഗാസ് ഡിഡിൻ സേ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ജൂലിയ ആർക്കേഡി പിന്നീട് എഴുതുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ ക്ലാസിക് എന്ന വിധത്തിൽ അക്ഷരാർത്ഥത്തിൽ എക്കാലവും അതിജീവിക്കുന്ന ഒരു എഴുത്തുകാരനാക്കി മാറ്റിയത് ഫീസ്റ്റ് ഓഫ് ദ ഗോട്ട് ആണ്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ റാഫേൽ ട്രൂയിലോയുടെ ജീവിതം വിശദമാക്കുന്ന പല തലങ്ങളിലൂടെ ആ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ക്ലാസിക് പുസ്തകത്തിന്റെ രചയിതാവ് എന്ന വിധത്തിൽ മരിയോ വർഗാസ് യോസ ശ്രദ്ധേയനായി.